ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു പിറന്ന സംഭവത്തിൽ ചികിത്സാ പിഴവ് സമ്മതിച്ച ആരോഗ്യവകുപ്പ്. കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ആദ്യം 3 മാസം നൽകിയ പ്രസവ ചികിത്സ തൃപ്തികരമല്ല എന്ന അന്വേഷണ റിപ്പോർട്ടിൽ അപകട സാധ്യത അറിയിക്കുന്നതിൽ പരാജയപ്പെട്ട 2 ഗൈനക്കോളജിസ്റ്റുകൾക്കെതിരെ നടപടിക്കും ശുപാർശ വന്നു. മനീഷ് മഹിവാൽ വീണ്ടും ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങളുമായി. മനീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. നവംബർ 8-നാണ് ആലപ്പുഴയിൽ സുറുമി അനീഷ് ദമ്പതികൾക്ക് അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞ് ജനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലായിരുന്നു ഇവർ ചികിത്സ നടത്തിയത്. അന്ന് ഇവരെ ചികിത്സിച്ച ആദ്യത്തെ 3 മാസത്തെ ചികിത്സ നടത്തിയിട്ടുള്ള ഈ വനിതാ ശിശു ആശുപത്രി, അതായത് സർക്കാർ ആശുപത്രിയിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ പുഷ്പ, ഡോക്ടർ ഷേർലി, ഇവർക്കെതിരെ ഈ കുടുംബം തന്നെ രംഗത്ത് വന്നിരുന്നു. അതായത് ഈ ചികിത്സിച്ച സമയത്തൊന്നും ഈ കുഞ്ഞിന്റെ ഈ വൈകല്യത്തെ സംബന്ധിച്ചുള്ള യാതൊരു സൂചനയും കുടുംബത്തിന് കൊടുത്തിരുന്നില്ല. 5 മാസങ്ങൾക്ക് മുൻപ് ഇതറിയാമെങ്കിൽ നിയമ വിധേന തന്നെ ഇവർക്കത് അബോർഷൻ ചെയ്യാനുള്ള നിയമ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അതിനുള്ള സാധ്യതയൊന്നും ഇവർക്ക് നൽകിയില്ല. ഒപ്പം തന്നെ 2 സ്കാനിങ് സെന്ററുകളിലായിരുന്നു, അത് ആലപ്പുഴയിലെ ശങ്കേഴ്സ് ഒപ്പം തന്നെ മിഡാസ് എന്ന 2 സ്കാനിങ് സെന്ററുകളിലായിരുന്നു കുഞ്ഞിന്റെ ജനിക്കുന്നതിന് മുൻപുള്ള സ്കാനിങ്ങുകൾ നടത്തിയത്. അപ്പോഴൊന്നും ഈ സ്കാനിങ്ങിലോ അല്ലെങ്കിൽ ഈ ഡോക്ടർമാരുടെ ചികിത്സയിലോ ഒന്നും ഈ കുഞ്ഞിന്റെ അസാധാരണ വൈകല്യം കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്ന് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഡോക്ടർമാർക്കെതിരെ വലിയ പിഴവുണ്ട് എന്ന് മനസ്സിലായത്. ആദ്യത്തെ 3 മാസത്തെ ചികിത്സയിൽ വേണ്ട വിധത്തിലുള്ള പരിചരണം കൊടുത്തില്ല. ഒപ്പം തന്നെ ഈ വിവരം അറിയാൻ താമസിച്ചു. അങ്ങനെ അമ്മയുടെ ഉള്ളിലുണ്ടായിരുന്ന കുഞ്ഞിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് സുതാര്യമായി ഡോക്ടർമാർക്ക് മനസ്സിലാകാഞ്ഞത് വലിയ വീഴ്ചയാണ്. വർഷങ്ങൾ പ്രവൃത്തി പരിചയമുള്ള സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് എങ്ങനെ ഈ ഒരു വീഴ്ചയുണ്ട്? അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ മീനാക്ഷി ചീഫ് സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം കൊടുത്തത്. ഈ 2 ഡോക്ടർമാർക്കെതിരെയും അച്ചടക്ക നടപടി എന്താണെങ്കിലും വേണം, കാരണം കൃത്യമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലും ഈ സ്കാനിംഗ് നടത്തിയ ആലപ്പുഴ മിഡാസിലും ഒപ്പം തന്നെ ശങ്കേഴ്സ് ലാബ്, ഈ 2 ലാബുകളിലും നേരിട്ട് വിദഗ്ധ സംഘം എത്തിയാണ് ഈ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത്. 1 മാസങ്ങൾക്ക് മുൻപ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് ഈ അനീഷ് സുറുമി ദമ്പതികൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാനെത്തി. പിന്നീട് അവർ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കുകയും ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് തങ്ങൾക്ക് കാണണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിനെ തുടർന്നാണ് തപാൽ മാർഗമാണ് ആരോഗ്യവകുപ്പ് ഈ കുടുംബത്തിന് ഇത് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ തിരുവനന്തപുരത്തെ SAT ആശുപത്രിയിൽ 75 ദിവസമായി കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ അതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പക്ഷേ അവിടുത്തെ ചികിത്സയ്ക്കും ഫലം കണ്ടില്ല. ഇപ്പോൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ഇന്ന് കുഞ്ഞിനെ 11 മണിയോടുകൂടി മാറ്റും. ഈ കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് ഇത്രയും ദൂരെയുള്ള സ്ഥലത്ത് തങ്ങൾക്ക് ജോലിയും ഒപ്പം തന്നെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഉപേക്ഷിച്ച് അവിടെ പോയി കുഞ്ഞിന്റെ പരിചരണത്തിന് വേണ്ടി നിൽക്കുന്നത് കുടുംബത്തെ ഒരുപാട് ദുരിതത്തിലാക്കുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ജില്ലയിൽ തന്നെ വിദഗ്ധ ചികിത്സ നൽകണമെന്നുള്ള കുടുംബത്തിന്റെ ആവശ്യത്തെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കുഞ്ഞിനെ എത്തിച്ച് അവിടെ ചികിത്സ നൽകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്താണെങ്കിൽ ഈ ഡോക്ടർമാർക്കെതിരെ എന്ത് നടപടി വേണമെന്ന് സർക്കാർ ഇപ്പോൾ ആലോചിക്കുകയാണ്. ഓക്കെ, താങ്ക് യു മനീഷ് മഹിവാൽ.